അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള സാധനം. അതിന്റെ അത് ഞാൻ വിട്ടുപോകുന്ന എനിക്ക് ഭയങ്കര $100 ആയാലും നമുക്ക് കിട്ടുള്ളൂ. മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആക്കാണ്. ഇവൾക്ക് കല്യാണം അല്ലാണ്ട് വേറെ പാപ്പാനോട് പറയേണ്ട കേസല്ലേ. ഇന്ത്യ ഫറാത്തിന് കൊളാബ് വരുന്നുണ്ട്. ഫാമിലി വലുതാവുന്നതിന്റെ മുന്നേ കുറെ ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം ആഗ്രഹമുണ്ട്. Hi guys! So welcome to our final part where we'll discuss our plans for this year. So we'll start with Hari. എന്താണ് പ്ലാൻ? എനിക്ക് ഒരു നല്ലോണം ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കി ഒന്ന് കുറച്ചൊന്ന് വലിഞ്ഞിക്കണം. അതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റ് ആക്കി എടുക്കണമെന്നുണ്ട്. കുറെ വീഡിയോസ് ചെയ്യണം, കുറെ കോണ്ടന്റ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വിഷനാണ്. ഈ കൊല്ലം അല്ല, കഴിഞ്ഞ 2023 2 ലക്ഷം. 2 lakh അടിച്ചു. അത് മേജർ അച്ചീവ്മെന്റ് ആയിരുന്നു ആക്ച്വലി. Thank you guys for supporting. You keep supporting, like, share, subscribe. അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള സാധനം. അതിന്റെ അത് ഞാൻ വിട്ടുപോകുന്ന എനിക്ക് ഭയങ്കര ഒരു അപ്പൊ ഈ യൂട്യൂബ് ഒക്കെ ഫോക്കസ് ചെയ്ത് യൂട്യൂബില് മോണിറ്റൈസേഷൻ കിട്ടിയായിരുന്നു. ഓ, അപ്പം ഇത് മാസം എത്ര കിട്ടും എന്നുള്ളത് മറ്റേ അണ്ടർലൈൻ മറ്റേ മാസത്തിൽ ഇപ്പൊ ഒന്നും കിട്ടില്ല. ഞാൻ വീഡിയോയിലല്ലോ യൂട്യൂബർ എന്താ ഇത് പറയാച്ച പുറത്ത്. അത് അങ്ങനെ എങ്ങനെയല്ല, മാസത്തിൽ പറഞ്ഞാല് ഇപ്പം വീഡിയോ വരിക. അപ്പം ചില മാസത്തിൽ ഒന്നും ഉണ്ടാവില്ല. $100 എത്തൂല. അപ്പം $100 ആയാലും നമുക്ക് കിട്ടുള്ളൂ. ഈ ചില മാസത്തിന്റെ അത് നമ്മൾ കുറെ വീഡിയോസ് എത്ര രൂപയാ? 8,000. അപ്പൊ അങ്ങനെ കുറെ മാസങ്ങളായിട്ട് ഇപ്പൊ എനിക്കില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കണം, ഞാനും വിചാരിക്കണം നമുക്ക് രണ്ടുപേർക്കൊന്ന് ഒത്തുപിടിച്ചാൽ അപ്പൊ ഇതൊക്കെയാണ് എന്റെ വിഷൻസ്. ഓക്കെ, പിന്നെന്താണ് കമ്പനി ലൈക്ക് എന്താ പറയാ, മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്താ വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആക്കാനാണ്. അതായത് ഇപ്പം ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ഏജൻസി ആണ് നമ്മൾ, പക്ഷേ ഫോക്കസ് മെയിൻ ആയിട്ട് ഈ വീഡിയോ പ്രൊഡക്ഷൻ ആണെന്നേ ഉള്ളൂ. മനസ്സിലായോ? മൊത്തത്തിലൊരു പ്രൊഡക്ഷൻ കമ്പനി. അതായത് നമ്മളിപ്പം ഒരു ഫിലിം എടുക്കുക, നമ്മളുടെ പ്രൊഡക്ഷനിൽ ഇറങ്ങണം പടം. മനസ്സിലായോ? ലൈക്ക് അങ്ങനെ പ്രൊഡ്യൂസ്ഡ് ബൈ അങ്ങനെയൊക്കെ. ഇവൾക്ക് കല്യാണം അല്ലാണ്ട് വേറെ എവിടെയാണെങ്കിലും അവിടെ പോയി എത്തണം. കല്യാണം ഞാനെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്റെ പാപ്പയ്ക്ക് എന്തിനിരിക്കുക, ഞാനെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം? ഫിലിമും കല്യാണമായിട്ട് അങ്ങനത്തെ റീൽ ഉണ്ട് ഇപ്പൊ അമേരിക്കയിലൊക്കെ യൂസ് ചെയ്യുന്ന കല്യാണം ഫിലിം പോലെ. ഞാൻ ഉദ്ദേശിച്ച ഒരു ഫിലിം പോലെ ഫുൾ സാധനം സ്റ്റോറി ഇങ്ങനെ പോകണം. എങ്ങനെ മാരേജ് വീഡിയോ പ്രൊഡക്ഷൻ ആണോ ഉദ്ദേശിച്ചത്? നമുക്ക് കിട്ടും. എന്റെ വിഷനിൽ പോലും ഇല്ലാത്തതാണ്. അത് വെഡിങ് വീഡിയോഗ്രാഫി ടീംസ് അല്ലടാ. ഓളെ കല്യാണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. പാപ്പാനോട് പറയേണ്ട കേസല്ലേ. ഇതെല്ലാം കട്ട് ചെയ്ത് അയ്യോ വാപ്പല്ല എന്റെ കല്യാണം. പ്രൊഡക്ഷൻ കമ്പനി കുറച്ചൊന്ന് ഹൈ ലെവലിലേക്ക് എത്തിക്കണമെന്നുണ്ട്. അപ്പം കുറെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് സെറ്റാക്കി പുതിയൊരു ഓഫീസിലേക്ക് നമ്മൾ ഈ ഇൻഷാല്ലാ എന്ന് പറയാൻ പറ്റില്ല, വരാൻ പോകുന്നല്ലേ, ഇൻഷാല്ലാ നമ്മൾ മാറാൻ പോവുകയാണ്. ഡ്രീം ക്ലയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയല്ല. ഇപ്പം ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള കുറെ ക്ലയൻസ് ഉണ്ടല്ലോ, ലൈക്ക് ഇപ്പം നമ്മുടെ KFC ഒക്കെ പോലെ ലൈക്ക് അങ്ങനത്തെ ഒക്കെ ക്ലയൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പോകെ നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കണം അല്ലേ ഫ്രസേ? അപ്പൊ അതൊക്കെയാണ് നമ്മളൊരു ഇത്. മെയിനായിട്ട് സോഷ്യൽ മീഡിയ ഒന്ന് ആക്റ്റീവ് ആണ്. പല കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ച കമ്പനീന്റെ അങ്ങനെ പോയി, പിന്നെ പല സോയിലിൽ പോയോണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെ പല സോയില് പല കാര്യങ്ങളില് എനിക്കറിയില്ലല്ലോ കൊളോക്കിലെ പല സോയിലാണ് പല കാര്യങ്ങളും. വായക്കാട് ഭാഗത്തേക്ക്
അപ്പൊ അങ്ങനത്തെ പല സോയില് സോയില് എന്ന് പറയുന്നത് സോയിൽ ഇസ് മണ്ണോ അതല്ലേ വീട് വായിക്കും പല കാര്യങ്ങൾ അങ്ങനെ പറയാം കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഒന്നും വലിയ ആക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അരി പറഞ്ഞാൽ അപ്പൊ അതൊന്നും സെറ്റാക്കി വരണം. പക്ഷെ ഫറാസ് ഇത്തവണ കഴിഞ്ഞ 2025 കുറെ വീഡിയോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറെ നല്ല നല്ല വീഡിയോസ് ഫറാസിന്റെ ഭാഗത്ത് അത് അടിപൊളിയായിരുന്നു. ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സാധനം. അപ്പൊ അതൊന്നും നാട്ടിലെ പിള്ളേർക്ക് ഒന്ന് റെഗുലർ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇന്ത്യ ഫറാസിന് കൊളാബ് വരുന്നുണ്ട്. ഇൻഷാല്ലാ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഞങ്ങൾ വേറെ അതുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് കുറെ ഇന്റർനാഷണൽ ട്രിപ്പ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നടത്താണ്ട്. പിന്നെ പ്ലാൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ നടക്കണം. എന്റെ വിഷയമില്ല കേട്ടോ. കുറച്ച് ഇന്റർനാഷണൽ ട്രിപ്പിലേക്ക് ഒന്ന് യൂറോപ്പ് ട്രിപ്പ് അടിച്ച് യൂറോപ്പ് സോറി ഗൈസ്, ഞാനത് മറന്നു. ാണ് ഞാൻ ഫ്രാൻസ്, ജർമ്മനി, ഇടക്കൊക്കെ പോയിക്കണം. ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, ഇങ്ങനെ കുറെ സ്ഥലത്ത്, ലക്സംബർഗ്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിണ്ടായിരുന്നു. അത് നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് അതൊന്നും പക്ക ഓർഗനൈസ് ചെയ്ത് നല്ല ടീമൊക്കെ ബിൽഡ് ചെയ്ത് സെറ്റപ്പ് ആക്കണം. പിന്നെ പിന്നെ ഷെഫിൽ റെഗുലറായി വരാനുള്ള പരിപാടി നോക്കണം. ഷൂട്ടിന് കാര്യങ്ങളായിട്ട് വരണം. പുതിയ കുറച്ച് സാധനങ്ങളൊക്കെ. ഓക്കെ, കാഫേയില് ഷൂട്ടിന് റെഗുലർ ആയി വരണം. എങ്ങനെയാ ഇംഗ്ലീഷ് പറയാ? I would like to അല്ലെങ്കിൽ plan on I would like to come cafe regularly. I plan to come to cafe regularly. Yes, മതി. Yeah, correct. Okay. വൈഷ്ണവി അന്തം വിട്ട് നിൽക്കാണ്. വൈഷ്ണവി 26ൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഇവര് പറഞ്ഞ സെയിം കാര്യം. എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് കോണ്ടന്റ്. ഓക്കേ, കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ ഇവിടെ വന്ന മുതൽ ഇവര് പറയുന്നുണ്ട് ചെയ്ത്. എന്റെ ആദ്യം റീച്ചൊക്കെ ഉണ്ട്. റീച്ചൊക്കെ പോയി. ഞാൻ ചെയ്യും. വീഡിയോ ചെയ്യണം. നല്ല ഉണ്ടായിരുന്നു. നന്നായിട്ട് ഇപ്പൊ കുറഞ്ഞു. സ്റ്റാർട്ട് ചെയ്ത് വരണം. വൈഷ്ണവി ഇൻഫ്ലുവൻസർ മോഡ് സെറ്റ്. അതാണ് എന്റെ മെയിൻ. പിന്നെ എന്റെ ഞാൻ നേരത്തെ പറഞ്ഞ സോളോ ട്രാവൽ ആഗ്രഹിക്കുന്നുണ്ട്. വീട്ടുകാരെ വിടുമെന്ന് അറിയില്ല. അതെ. പിന്നെ ഗ്രാജുവേറ്റ് ചെയ്യണം. സപ്ലൈ ഒന്നും ഇല്ലാണ്ട് ഇതുവരെ ഇല്ല. ഫൈനലി 2 മാസം കൂടി ഉള്ളു. അതാണ് മെയിൻ ഗോൾസ്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു അപ്ഷിത. ഇല്ല, ഐഷുണ്ട്. ഐഷയുടെ 26 ഇത് പക്ഷേ കുറേ ഡ്യൂറേഷൻ ആയില്ലേ? ഇല്ല, ഈ പറഞ്ഞോ, കുഴപ്പമില്ല. നീ പറഞ്ഞേ. ഞാൻ നിന്റെ വിഷൻ ബോർഡ് മൈൻഡിലേക്ക് അല്ല, എന്റെ മെയിൻ ഗോള് ഒന്ന് വൈഷ്ണവി പറഞ്ഞതാണ്. ഞാൻ ഇതുവരെ സോളോ പോയില്ല. അപ്പൊ എനിക്ക് എന്താണെങ്കിലും എനിക്കൊരു സോളോ പോകണം. കാരണം ഞാൻ ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈബ് ആവണമെങ്കിൽ എനിക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് ഞാൻ ഒറ്റക്ക് എന്താ കളിക്കും. സോ അപ്പൊ എനിക്ക് എന്റെ സ്വന്തം കമ്പനി ഒന്ന് എൻജോയ് ചെയ്ത് പഠിക്കണം എന്നാണ് 2026 ഞാൻ വിചാരിക്കുന്നത്. സെൽഫ് ലവ്. അപ്പൊ അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും എനിക്കൊരു സോളോ ട്രിപ്പ് പോകണം. അതെങ്ങനെ ഇംഗ്ലീഷ് പറയും? വൺ ടൈം എങ്കിലും എനിക്ക് സോളോ ട്രിപ്പ് പോകണം. I would like to go a solo trip. Go on a solo trip at least once. എല്ലാവർക്കും പാടെ സോളോ ട്രിപ്പ് പോകാമോ? എല്ലാവർക്കും പാടെ solo trip. അതാവുമ്പോ ഓരോരുത്തർക്കും ഓരോ പിന്നെ ഓളെ കൂട്ടണ കല്യാണം കഴിക്കണം. അതാണ് അല്ലേ? ഞാൻ വന്നു. അപ്പൊ അത് കല്യാണം. അപ്പൊ ഇൻഷാല്ലാ കല്യാണം ഉണ്ടാവും. എല്ലാവരും വരുന്നില്ല. എല്ലാവരും ഇൻവൈറ്റ് ചെയ്യോ ഐഷ? പിന്നെ ഓഡിയൻസിലുള്ള ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കും. അല്ല, കല്യാണത്തിന്റെ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് അറിയൂല ഈ വർഷം ഏത് വർഷമാണ് നടക്കാൻ പോണതെന്നോ. സോ അതിനെപ്പറ്റി നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം ജീവിതം ഒരു പാർട്ട്ണർ കൂടി വന്നാൽ ഒരു അടിപൊളിയാവുന്നു. പിന്നെ ഗ്രാജുവേറ്റ് ആവണം. എംഫാം നല്ല ഒരു വർക്കൊക്കെ ചെയ്തിട്ട് ഗ്രാജുവേറ്റ് ആവണം. പിന്നെ ക്ലോത്തിങ് ബ്രാൻഡ് ഞാൻ ഇപ്പൊ തൽക്കാലം അവിടെ നിർത്തിയതായിരുന്നു. അതൊന്ന് നല്ല രീതിക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടുപോകണം. ആൻഡ് ആദ്യത്തെ മെയിൻ കാര്യം എല്ലാവരും പറഞ്ഞത് തന്നെ കോണ്ടന്റ് ക്രിയേഷൻ. അപ്പൊ അത് കഫേയിലാണെങ്കിലും നമ്മളെ ആ ഒരു പഴയ വീഡിയോന്റെ ആ ഒരു വൈബ് ഭയങ്കര മിസ്സിങ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് നല്ല അടിപൊളി കോണ്ടന്റ് ഒക്കെ ഇവിടെ വന്നിട്ട് നല്ല അടിപൊളി കോണ്ടന്റ് ചെയ്യണം. അപ്പൊ റെഗുലർലി കഫേയിൽ വരണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ പേഴ്സണൽ പേജും യൂട്യൂബും അതും അടിപൊളിയാക്കണം ഇൻഷാല്ലാ. ഇൻഷാല്ലാ. ആൻഡ്
അറിയുന്ന കുറച്ച് വേർഡ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടോണ്ടിരിക്കും. ഓക്കെ താങ്ക് യു Okay. ഇവരെന്തോട്ട് അതിന്റെ ഇടയ്ക്ക് എടുത്തൊക്കെ പഠിക്കണ്ടേ എന്താ വൈഷ്ണവി? ഓക്കെ എനിവേ എൻ്റെ മെയിൻ ഗോൾ 2026 എൻ്റെ ഡിഗ്രി മാസ്റ്റേഴ്സേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എനിക്ക് റിസർച്ചിലേക്ക് പോകണം. സോ മൈ ഫസ്റ്റ് പ്ലാൻ ഇസ് ടു ഗെറ്റ് അഡ്മിഷൻ ഫോർ PhD. ഇൻഷാല്ലാ പുറത്ത് പറയാൻ ഞാൻ എൻട്രൻസ് ഐ ഗിവൻ മൈ എൻട്രൻസ് എക്സാം. പക്ഷെ അതിന്റെ റിസൾട്ട് ഒക്കെ കാത്തു നിൽക്കുകയാണ്. അറിയാം. അപ്പൊ എന്തായാലും അത് പിന്നെ ട്രാവൽ യെസ് ഓഫ് കോഴ്സ് ബിക്കോസ് കല്യാണം കൂടി കഴിഞ്ഞതുകൊണ്ട് ഫാമിലി വലുതാവുന്നതിന്റെ മുന്നേ കുറെ ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. മെയിൻലി എഡ്യൂക്കേഷൻ ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി പഠിക്കണം. പിന്നെ വായനാശീലം ഒന്നും കൂടി റിസ്യൂം ചെയ്യണമെന്നുണ്ട്. കഴിഞ്ഞ കൊല്ലൊക്കെ വളരെ കുറവായിരുന്നു ബുക്സ് വായിച്ചത്. അപ്പൊ ഒന്നും കൂടി നല്ലോണം ബുക്ക് വായിക്കണം എന്നുണ്ട്. യാത്ര ചെയ്യണമെന്നുണ്ട്. ട്രാവൽ ചെയ്യണമെന്നുണ്ട്. യാത്ര പറഞ്ഞു പോയത് ഞാൻ അതിലേക്ക് അങ്ങനെ പറയാറില്ലല്ലോ. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ എനിവേ അപ്പൊ എല്ലാവർക്കും ഏകദേശം സെയിം സാധനമാണ്. അതിലിപ്പോ എനിക്ക് മാത്രം റിസർച്ചും മറ്റേ അത് മാത്രം ഒരു ഞാനുണ്ട് കല്യാണം പഠിക്കാൻ പക്ഷെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയും കഴിച്ചു. അതെ അതെ കല്യാണം കഴിച്ചാൽ നമുക്ക് സുഖമായിട്ട് കിടന്നിറങ്ങാം. അല്ലാതെ കുട്ടിപ്പട്ടാളത്തിൽ പണ്ടൊരു കുട്ടി പറഞ്ഞതാ. അതുകൊണ്ടാണ് പക്ഷെ അത് സത്യ. നമുക്ക് എന്തൊരു സമാധാനം കിടന്നുറങ്ങുമ്പോ. സത്യം നല്ല സമാധാനം അങ്ങനെയല്ല. ഞാൻ കല്യാണം കഴിച്ച മനസ്സിലാവും വേറെ സുഖം. കൂടുതലൊന്നും ഇതെല്ലാം ബീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ നമ്മളപ്പം നമ്മുടെ ഡയറക്ടർ പറയുന്നുണ്ട് ഖത്തം കറോ വൈൻഡപ്പ് എന്ന് പറയുന്നുണ്ട്. സോറി. അപ്പോൾ നമ്മുടെ 2025 അച്ചീവ്മെന്റ്സും 2026 നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് എവറിത്തിങ് വർക്ക്സ് ഔട്ട് വെൽ ആസ് പെർ അവർ പ്ലാൻ. നിങ്ങളുടെ എല്ലാ പ്ലാൻസും വർക്ക് ഔട്ട് ആവട്ടെ. ആൻഡ് വി നോ ഇത് കുറച്ച് ജാനുവരി കഴിയാറായി വീഡിയോ ചെയ്യുമ്പോൾ. But anyway, hope you bear with us. So that's the end of our first ever podcast. നല്ല രസമുണ്ടായിരുന്നു അല്ലേ? So first ever podcast of 2026. Hoping to record as many as possible. So thank you so much for watching, guys. Bye bye.